ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഗോപ്രോ മൗണ്ടൊക്കെ സെറ്റപ്പായി. ഇനി നമുക്ക് മൈക്ക് ചെക്ക് ഒന്ന് ചെയ്യണം. ഹായ്, യാത്ര മത്സ്യത്തിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മൾ ഈ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് എങ്ങനെ നമുക്ക് സ്വന്തമായി വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. മോട്ടോ വ്ളോഗിങ് ചെയ്യുന്നതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഹെൽമെറ്റാണ്. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് സ്റ്റീൽ ബേർഡിൻ്റെ SP1 എന്ന ഒരു മോഡലാണ്. ഞാൻ ഏകദേശം 10 വർഷമായി ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ നമുക്ക് നിങ്ങൾ കാണിച്ചു വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിൽ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് നമുക്കിതിൽ കാണിച്ചു തരാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഗോപ്രോ ഒരു ആക്ഷൻ ക്യാമറയാണ്. ഗോപ്രോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ആക്ഷൻ ക്യാമറയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം, എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പം പല ആൾക്കാർ ചോദിച്ചായിരുന്നു നിങ്ങൾ ആ വ്ളോഗിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം യൂഷ്വലി ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു സെറ്റപ്പാണ് നമ്മൾ ട്രാവൽ വ്ളോഗ്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന് എക്സ്ട്രാ ആക്സസറീസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഷോട്ടിയും പിന്നെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ധാരാളം, പിന്നെ എഡിറ്റിംഗ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ ഇടാനൊരു അടിപൊളി വീഡിയോ നമുക്ക് ഗോപ്രോ തന്നെ ഉണ്ടാക്കി തരും. പക്ഷേ ഇൻഡോർ വീഡിയോസ് എടുക്കുമ്പം ഗോപ്രോൻ്റെ ക്വാളിറ്റി അത്ര നല്ലതല്ല. പിന്നെ നമുക്ക് മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഒരുപാട് ആക്സസറീസിനൊക്കെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഒരു 42-in-1 എന്നിട്ടൊരു ഫുൾ ബണ്ടൽ ആക്സസറീസ് ഫോർ ദ ആക്ഷൻ ക്യാമറയുടെ ആക്സസറീസ് വാങ്ങിയായിരുന്നു. അപ്പോൾ അതിൽ വന്ന ഒരു മൗണ്ടാണ് ജെ ഹുക്ക് എന്നൊക്കെ പറയും. അപ്പം ഇതെങ്ങനെയാണ് ഇതിൽ ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ ഇത് നോർമൽ ഒരു കേർവ്ഡ് സർഫേസ് ഉള്ള ഒരു മൗണ്ടാണ്. ഇത് നമുക്ക് ഗോപ്രോയുടെ കൂടെ കിട്ടിയാണ്. അപ്പോൾ ഇതൊന്ന്. പിന്നെ ഇത് ഫിക്സ് ചെയ്യാൻ, ഇത് ക്യാമറയിൽ ഫിക്സ് ചെയ്യാൻ, അതായത് ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്യാൻ നമുക്ക് MC നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് നോർമൽ എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടുന്നതായിരിക്കും. അപ്പം ഇത്രയും സാധനമാണ് നമുക്ക് ഒരു ആക്ഷൻ ക്യാമറ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ. അപ്പം ഇനി നമുക്ക് നേരെ ഹെൽമെറ്റ് എടുത്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഫിക്സിങ്ങുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പം നമുക്കിതൊക്കെ സൈഡിലെടുത്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വൈസർ എടുത്തിട്ട് ഊരി മാറ്റേണ്ടതാണ്. കാരണം വൈസർ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ സ്ക്രാച്ച് ആവാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് MC വെച്ചിട്ട് ഇതിനെ മൗണ്ട് ചെയ്യിക്കലാണ്. അപ്പം ഹുക്ക് എങ്ങനെ ഇതിൽ മൗണ്ട് ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഹുക്ക് നമുക്ക് എല്ലാവർക്കും ആക്ഷൻ ക്യാമറയുള്ള അധികം ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും. ഇത് ഇങ്ങനെയാണ് ആക്ഷൻ ക്യാമറേൻ്റെ മൗണ്ട് നമ്മളെ ഫ്ലാറ്റിൽ ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെ ഇവിടെ ഫിക്സ് ചെയ്യാം എന്നാണ് നമുക്ക് നെക്സ്റ്റ് കാണാൻ പോകുന്നത്. നമുക്ക് MC ആദ്യം ഓപ്പൺ ആക്കണം. അപ്പോൾ നമ്മൾ MC ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബ്ലാക്കും പിന്നെ ഓൾമോസ്റ്റ് ഒരു ഗ്രേ കളർ ഒരു നമ്മളെ ഇറേസറൊക്കെ പോലത്തെ ഒരു സംഭവം കിട്ടും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. അത് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ടും നല്ലോണം മിക്സ് ചെയ്യാം. ഈ രണ്ട് മിക്സ്ചറും നല്ലോണം മിക്സ് ചെയ്യണം. ഓക്കെ, കാണുന്നുണ്ടെന്നറിയില്ല, നമ്മളിങ്ങനെ നല്ല ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴക്കുക. നമ്മൾ നല്ല ചെറിയ പ്രായത്തിലൊക്കെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മണ്ണ് കൊണ്ടും, പിന്നെ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ നമ്മളൊന്നും പഠിക്കുമ്പോൾ ഈ സ്ലൈം എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ കളിക്കാൻ ഇങ്ങനത്തെ ഒരുപാട് സാധനമുണ്ട്. എൻ്റെ കുട്ടീൻ്റെ കയ്യിലുണ്ട്. അപ്പം അതുപോലെ നമ്മളിങ്ങനെ നല്ലോണം മിക്സാക്കി വരണം. കുറച്ച് പണിയുണ്ട്. നല്ലോണം മിക്സാക്കി, വെള്ളം ഇടാൻ പാടില്ല, സിമെൻ്റ് അല്ല ഇത്, നമ്മളെ MC നഖത്തിൻ്റെ ഉള്ളിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. സാരമില്ല, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കളയാവുന്നതാണ്. അപ്പോൾ നമ്മൾ MC മിക്സ് ഏകദേശം റെഡിയായി. നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹെൽമെറ്റിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇങ്ങനെ വെക്കാം. ഓക്കെ, നല്ല വെച്ച് കൊടുത്തിട്ട് നല്ലോണം അമർത്തി കൊടുക്കുക. നല്ല ഫോഴ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് ചുറ്റുമായി കൊടുക്കുക. കുഴപ്പമില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം. മൗണ്ട് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ നല്ലോണം ചുരണ്ടി കൊടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ MC ഇതുമായിട്ട് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾ MC ഇതിൻ്റെ മുകളിലാക്കുന്ന മുമ്പേ നല്ലോണം ചുരണ്ടി കൊടുക്കണം. അപ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും. ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൗണ്ട് പ്രോപ്പറായിട്ട് ഇവിടെ ഇങ്ങനെ വെക്കണം. ഇതൊന്ന് ചെരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് പ്രോപ്പറായിട്ട് ഇതിനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ
ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ലോണം എഡ്ജസ് ഒക്കെ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇത്രയും ചെയ്ത ശേഷം ഇനി നമ്മൾ ഒരു ചെറിയ സീസർ എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ലെവലും സൈഡും ഒന്ന് ലെവലായി കൊടുക്കണം. ഈ ലെവൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഉറപ്പാക്കണം നിങ്ങളെ മൗണ്ട് നമ്മളെ ക്യാമറക്ക് സെൻറ്ററാണുള്ളതെന്ന്. അതല്ലെങ്കിൽ പിന്നെ പാളും. ഓക്കെ, ഇപ്പം നമ്മൾ നല്ലോണം ലെവലായി കൊടുക്കുക. ഇനി മൗണ്ട് ഏകദേശം ഫിറ്റായി. ഇനി MC ഒന്ന് ഉണങ്ങാൻ വെക്കണം. MC പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ കമ്പനി പറയുന്ന 90 minutes ആണ് അത് സെറ്റാവേണ്ട ടൈം. പക്ഷേ നമ്മളൊരു ഓവർനൈറ്റ് വെക്കാം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇനി 90 minutes സ്റ്റേഷൻ കാണും. അപ്പോൾ ഇന്നലെ നമ്മൾ ഫിക്സ് ചെയ്ത നമ്മുടെ മൗണ്ട് നല്ല സിമെൻറ്റ് കട്ട പിടിച്ച പോലെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം കാണുന്നുണ്ടാവും അല്ലേ? അപ്പം നല്ല സ്ട്രോങ് ആയിരിക്കുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് പരിപാടി നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഗോപ്രോൻ്റെ ജെ ഹുക്ക് ഓർ ജെ മൗണ്ട് എന്ത് വേണ്ടിയൊക്കെ പറയാം. അപ്പോൾ ഈ ജെ ഹൗണ്ട് നമ്മൾ ഈ ക്യാമറയിൽ ഇങ്ങനെ ഘടിപ്പിക്കാൻ പോവാണ്. അപ്പം ജെ ഹുക്ക് മൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ലേ? ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് ഗോപ്രോ ഹീറോ 8 നമ്മളെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാണ്. അപ്പം നമ്മൾ ഗോപ്രോ ഹീറോ 7 ഇതിന് എക്സ്ട്രാ കേസൊക്കെ വേണം ഇതിൽ ഫിക്സ് ചെയ്യാൻ. പക്ഷേ ഗോപ്രോ ഹീറോ 8 ഡയറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം. അത് അഡ്വാൻറ്റേജസും ആണ് ഡിസഡ്വാൻറ്റേജസും ആണ്. കാരണം ഇത് എത്ര ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഷേക്ക് ഇതിലുണ്ടാവും. പക്ഷേ ഗോപ്രോ ഹീറോ 7 അങ്ങനെയല്ല. അത് സെപ്പറേറ്റ് മൗണ്ട് ആയതുകൊണ്ട് ഇൻബിൽറ്റ് മൗണ്ട് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് വരുന്ന മൗണ്ട് ആയതുകൊണ്ട് അത് അവിടെ നല്ലോണം സ്ട്രോങ് ആയിട്ട് നിന്നോളും. ഇനി ഇത് നമ്മളിങ്ങനെ സ്ട്രോങ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്ക്രൂ ഒക്കെ നമ്മൾ ഗോപ്രോ വാങ്ങുമ്പോൾ കിട്ടിയ സ്ക്രൂ തന്നെയാണ്. അപ്പോൾ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കുക. ഗോപ്രോ ഹീറോ 8 ക്യാമറ നമ്മൾ ഹെൽമെറ്റിൽ മൗണ്ടായി. ഇതാണ് നമ്മളെ സെറ്റപ്പ്. അങ്ങനെ നമ്മൾ മോട്ടോ വ്ളോഗിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇതിന് മൈക്ക് വേണം. കാരണം മോട്ടോ വ്ളോഗിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് വന്നിട്ട് സൗണ്ട് ക്വാളിറ്റി. കാരണം കാണുന്ന ആൾക്കാർക്ക് സൗണ്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ മോട്ടോ വ്ളോഗിങ് ആരും കാണാൻ പോകുന്നില്ല. അപ്പം മോട്ടോ വ്ളോഗിങ് നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റിയാണ് മെയിൻ ഒരു അട്രാക്ഷൻ. അപ്പം ഗോപ്രോയിൽ മൈക്ക് ഘടിപ്പിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോപ്രോൻ്റെ ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ, ഇതിന് ഓൾമോസ്റ്റ് 4000 rupees റേറ്റ് മാർക്കറ്റിൽ. ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗോപ്രോ മൈക്കുമായിട്ട് ഘടിപ്പിക്കാൻ പറ്റും. ഇത് നമ്മളെ ബാറ്ററി അഡാപ്റ്ററാണ്. അപ്പം ഗോപ്രോ ഹീറോ 8 ഉപയോഗിക്കുന്ന ആൾക്കറിയാൻ പറ്റും. ഈ ഡോർ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് മൈക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡോർ ആദ്യം അഴിച്ചു മാറ്റണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് ബാറ്ററി, അതുപോലെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട്, അതേപോലെ ചാർജിങ് സ്ലോട്ട് എല്ലാം ഒരേ സ്ലോട്ടിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന ടൈമിൽ ഇതിവിടെ അഡാപ്റ്റർ ഇവിടെ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിൽ പോകാനൊക്കെ സാധ്യതയുണ്ട്. അതിന് നമുക്ക് ഒരു ചെറിയ ഉഡായിപ്പ് പരിപാടി ചെയ്തേ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സ്പോഞ്ചാണ്. ഓക്കെ, നമ്മൾ ആമസോണിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ചെറിയ സ്പോഞ്ച് കിട്ടും. അപ്പം ഇത് ഈ അഡാപ്റ്ററിന് നമുക്ക് 3.5 mm ജാക്ക് ഉള്ള മൈക്ക് അഡാപ്റ്റർ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈക്ക് അഡാപ്റ്ററിൽ നമ്മൾ സ്പോഞ്ച് റൂട്ടിനെ കയറ്റി വിടുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഘടിപ്പിക്കാം. ഇനി ഇതിന് ഒരു താൽക്കാലികമായിട്ട് ഞാനൊരു ചെയ്യുന്ന ഓപ്ഷനാണ്. കാരണം ഇത് എൻ്റെ പഴയ ഹെൽമെറ്റാണ്. ഇത് ഞാനിപ്പോൾ മാറ്റും അടുത്തായിട്ട്. അപ്പം താൽക്കാലികമായിട്ട് നമുക്ക് ഈ സ്പോഞ്ച് ഇവിടെ വെച്ച് തൽക്കാലം ഇതുപോലത്തെ ഒരു ഇതിനെന്താ പറയുക, സെലോ ടാപ്പെന്നോ അല്ലെങ്കിൽ മാസ്കിൻ ടാപ്പ് എന്നൊക്കെ പറയും. ഈ മാസ്കിൻ ടാപ്പ് ഇവിടെ വെച്ച് ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യും. അതാണ് അടുത്ത ഉടായ്പ്. ഓക്കെ, അപ്പം ഈ മൗണ്ട് നമ്മൾ അഡാപ്റ്റർ നമ്മളിവിടെ വന്നിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഫിക്സ് ചെയ്യേണ്ടിക്കൽ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫിക്സിങ്ങിൻ്റെ അടുത്ത ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ചെരുപ്പിനൊക്കെ ഉള്ള സാധനമാണ് വെൽക്രോ എന്ന് പറഞ്ഞിട്ട്. ഈ വെൽക്രോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വെൽക്രോ ഈ ഗോപ്രോൻ്റെ ഈ സൈഡിൽ ഞാനിങ്ങനെ ഒട്ടിക്കല്ല ഞാനൊരു സാധനം എടുത്തിട്ടിടാം. അങ്ങനെ ഞാൻ 2 സാധനം കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2 സൈഡ് ടേപ്പാണ്. നമ്മൾ 2 സൈഡിൽ ഒട്ടുന്ന പോലെയുള്ളൊരു ടേപ്പും പിന്നെ
ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോയിൻ ചെയ്യാം. സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ പോകുന്ന ടൈമിൽ നിങ്ങൾ ബാഗൊക്കെ ഇങ്ങനെ ടൈ ചെയ്ത് തരുന്നൊരു സാധനമാണ്. ഇത് ഇലക്ട്രിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും. അപ്പം നമ്മൾ മൈക്ക് അഡാപ്റ്റർ ഒന്നുകൂടി റിമൂവ് ചെയ്ത് നമുക്ക് ഈ വെൽക്രോ നിങ്ങൾക്ക് എല്ലാ ഫാൻസി ഷോപ്പിലും കിട്ടും. ചെറിയ പൈസയേ ഉള്ളൂ, 10 രൂപ 5 രൂപക്കൊക്കെ 1 മീറ്ററും 1/2 മീറ്ററൊക്കെ കിട്ടും. നമ്മളിങ്ങനെ ഈ വെൽക്രോൻ്റെ ഈ സംഭവം ഇവിടെ ഇങ്ങനെ വെച്ച് ഇതിനെ നമ്മൾ ടൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല പശേൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, കാരണം നമുക്ക് ഹെൽമെറ്റൊക്കെ മാറ്റേണ്ടതാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ടുള്ള സെറ്റപ്പല്ല, താൽക്കാലികമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതിലോട്ടിനിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെൽക്രോൻ്റെ ഒരു സൈഡ് ഈ ഗോപ്രോ അഡാപ്റ്ററുമായിട്ട് നല്ലോണം ഫിക്സായി. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതേ നമ്മളെ വെൽക്രോൻ്റെ അതേ സൈഡിൽ നമ്മളൊരു 3M ടാപ്പ് എടുക്കാൻ പോവാണ്. 3M ടാപ്പിൽ നമ്മളിങ്ങനെ ഇവിടെ ഒരു സൈഡ് 3M ടാപ്പിൻ്റെ ഒരു സൈഡുമായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ കത്രിക എടുത്ത് ഇതൊന്ന് മുറിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളെ ഒരു സൈഡ് നമ്മൾ 3M ടാപ്പിൻ്റെ വെൽക്രോൺ ഒരു സൈഡ് 3M ടാപ്പിൻ്റെ ഒരു സൈഡിൽ ഫിക്സായി. നെക്സ്റ്റ് നമുക്ക് നമ്മളെ മൗണ്ട് ഒന്നുകൂടി ഓക്കെ. ഇപ്പോൾ തൽക്കാലികമായിട്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ഗോപ്രോ മൗണ്ട് അതിൽ ഫിക്സായി. നെക്സ്റ്റ് നമ്മൾ പ്ലേസ് കണ്ടുവച്ചിട്ട് ഇതിൻ്റെ ഈ മൗണ്ട് ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ഈ സൈഡ് നല്ല നമുക്ക് റിമൂവ് ചെയ്ത് നമ്മൾ ഹെൽമെറ്റിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഫിക്സ് ആയി കൊടുക്കുക. നമ്മൾ ഗോപ്രോ ഇവിടെ ഫിക്സായി, അതേപോലെ നമ്മളെ മൈക്ക് അഡാപ്റ്റർ ഇവിടെ ഫിക്സായി. ഇനിയൊന്നുമില്ല, നമ്മളൊരു ബൈക്ക് ഇവിടെ ഘടിപ്പിച്ചിട്ട് നമ്മൾ റൗണ്ട് പോകാൻ പോവാണ്. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ചെറിയ റൈഡൊക്കെ പോയി വന്നു നമ്മളെ ഗോപ്രോ മൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു ചേഞ്ചസ് നമ്മളെ മൗണ്ടിൽ, കാരണം വെച്ചാൽ നമ്മളെ ഹെൽമെറ്റ് ഞാൻ പറഞ്ഞില്ല ഓൾമോസ്റ്റ് 10 വർഷമായി നമ്മൾ ഉപയോഗിച്ച ഹെൽമെറ്റായത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലെ പാഡൊക്കെ ചിന്നും ഭാഗം എല്ലാ പാഡും ഒക്കെ നമ്മളെ ലൂസായി. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ സാധാരണ നിങ്ങൾ വെക്കേണ്ട ഹെൽമെറ്റ് നമ്മളെ ഹെൽമെറ്റിൽ ഈ സൈഡിലുള്ള പാഡൊക്കെ ലൂസ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് ആ വ്യൂ കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ഗോപ്രോ നമ്മൾ മോട്ടോ വ്ളോഗിങ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 40-60 റേഷ്യോയിൽ നമ്മൾ ഈ ക്യാമറ മൗണ്ട് സെറ്റ് ചെയ്യാൻ നോക്കണം. അതായത് 40 നമ്മൾ ഓൾമോസ്റ്റ് 30 to 40 നമ്മളെ ബൈക്ക് കാണണം, ബൈക്ക് ഓർ ആക്റ്റീവ് സ്കൂട്ടർ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പോൾ അതിനുശേഷം 60%-ഓ 70%-ഓ നമ്മൾ റോഡ് കാണാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ മോട്ടോ വ്ളോഗിങ് കാണുന്ന ആൾക്കാർക്കും അവർ സഞ്ചരിക്കുന്ന പോലെ തോന്നണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇത് ഞാൻ പറയുന്നില്ല, ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞ കാര്യമാണ്. യൂട്യൂബേഴ്സ് അല്ല, മോട്ടോ വ്ളോഗേഴ്സ് മെയിനായിട്ട്. അപ്പം നിങ്ങളും അതേപോലെ ഫോളോ ചെയ്യുക. അപ്പം നമ്മൾ മുന്നേ ചെയ്തിരുന്ന സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ജെ ഹുക്ക് മാത്രം ഫിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ ജെ ഹുക്ക് റിമൂവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഈ ഒരു എക്സ്ട്രാ 2 വെർട്ടിക്കൽ ഒരു ഐറ്റം ഉണ്ട്. ആ ഐറ്റം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ 42-in-1 എന്ന് പറഞ്ഞിട്ടൊരു വലിയ ബണ്ടിൽ പാക്കറ്റ് വാങ്ങിയിരുന്നല്ലോ, അതിൻ്റെ കൂടെ വന്നൊരു ഐറ്റമാണ്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തു. ഞാൻ കുറച്ച് ഇതിനെ വെർട്ടിക്കലായിട്ട് ടിൽറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിപ്പം പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മളെ ഗോപ്രോ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ്. അപ്പം നമുക്ക് വീണ്ടും ഒരു ഡ്രൈവ് പോയിട്ട് വരാം. നമ്മുടെ മൈക്കൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ മൈക്കിൻ്റെ ക്വാളിറ്റി എത്രത്തോളം, ഓഡിയോ ക്വാളിറ്റി എത്രയുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ബൈക്കിലേക്ക് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ ഗോപ്രോ മൗണ്ടൊക്കെ സെറ്റപ്പായി. ഇനി നമുക്ക് മൈക്ക് ചെക്ക് ഒന്ന് ചെയ്യണം. കാരണം എത്രത്തോളം മൈക്കിൽ നോയ്സ് ക്യാപ്ചർ ആകുന്നുണ്ടെന്ന് അറിയണം. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പ്രസ്റ്റീജിൻ്റെ JP മോർഗൻ, അതായത് പ്രസ്റ്റീജ് ടെക് പാർക്കൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്താണ്. പിന്നെ ഇവിടെ ഒറാക്കിളുണ്ട്. ഇപ്പോൾ ഞാൻ വൈസർ ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ചെക്കപ്പാണ്. വീഡിയോ എത്രത്തോളം ക്യാപ്ചർ ആകുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് പോസ്റ്റ് പ്രൊഡക്റ്റുകൾ മാത്രമേ എല്ലാം കാണാൻ പറ്റും. കൂടാതെ എൻ്റെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഹെൽമെറ്റ് പഴയതായതുകൊണ്ട് ഫുള്ള് ലൂസായി കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫുൾ നോയ്സ്, അതായത് എനിക്ക് തന്നെ ചെവിട് കേൾക്കുന്നില്ല.
കാരണം പുറത്തെ സൗണ്ടും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. നമ്മൾ എന്തായാലും പുതിയ ഹെൽമെറ്റ് വാങ്ങുന്നുണ്ട്, അടുത്ത ആഴ്ച അതിന് പോകുന്നുണ്ട് വാങ്ങാൻ. അപ്പം ഒരുപാട് ആൾക്കാർ എപ്പോഴും നമ്മൾ ഗ്രൂപ്പിലൊക്കെ നോക്കുമ്പോൾ എവിടെയാണ് നല്ല ഹെൽമെറ്റ് കിട്ടുക, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യനൊക്കെ കാണായിരുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ അധികം നമ്മൾ ഹെൽമെറ്റ് വാങ്ങാൻ പോകുന്ന വീഡിയോ ആയിരിക്കും. മോട്ടോ വ്ളോഗിങ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മളെ ബാംഗ്ലൂരിലെ മാർത്താള്ളി. ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും മാർത്താള്ളി ബ്രിഡ്ജാണ് നിങ്ങൾ മുകളിൽ കാണുന്നത്. നമ്മൾ താഴെ ദൊഡ്ഡനക്കുന്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ മൈക്ക് ഓഫായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശരിക്കും ഔട്ട് സൈഡിൽ നിന്നുള്ള ഒരു ശരിയായ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ടും കാര്യമില്ല, കാരണം നമ്മൾ ഹെൽമെറ്റ് പഴയതായതുകൊണ്ട് ഫുള്ളായിട്ട് നോയ്സ് ഉണ്ടാവും. എന്നാലും ഒരു ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് പോസ്റ്റ് പ്രൊഡക്റ്റിൽ മാത്രമേ കാണാൻ പറ്റൂ അത്. അപ്പോൾ ഓക്കെ, സൺഡേ ആണ് ഇന്ന്. സൺഡേ അല്ല, സോറി, ഇന്ന് മൺഡേ അല്ലേ. ഇന്ന് നമ്മൾ ഓണം ലഞ്ച് ടൈമിൽ ഞാനൊന്ന് പുറത്തിറങ്ങിയായിരുന്നു. ഓഫീസിലുള്ള ദിവസമാണ്, എന്നാലും ഞാൻ ലഞ്ച് ടൈമിലൊന്ന് പുറത്തിറങ്ങി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കൂടി നോക്കിയിട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇത് ഈ ഫ്രൈഡേ റിലീസ് ചെയ്യേണ്ടതാണ് നമുക്ക്. യൂട്യൂബിലുള്ള വീഡിയോ ആണിത്. അപ്പോൾ നല്ല വിൻഡിൻ്റെ പുറത്ത് വെച്ചാൽ ഞാനിപ്പോൾ ഏകദേശം പോകുന്നത് 60 സ്പീഡിലാണ്. 60-70 സ്പീഡിൽ പോയിരുന്നു. ക്യാമറ ആംഗിളൊക്കെ ഇനിയൊന്ന് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് എനിക്ക് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മൈക്ക് അഡാപ്റ്റർ ഊരിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചിരുന്നേക്കും. എത്രത്തോളം സൗണ്ടാണ് ഇത് ക്യാപ്ചർ ആവാമെന്നുള്ള കാണുക. ഓക്കെ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തണം. ഇപ്പോൾ നമ്മൾ ക്യാമറ മൗണ്ടിൽ നിന്ന് നമ്മൾ അഡാപ്റ്ററിൻ്റെ മൗണ്ട് റിമൂവ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന സൗണ്ട് ഇതിൻ്റെ വിതൗട്ട് മൈക്കാണ്. അപ്പോൾ നല്ല നോയ്സൊക്കെ കേൾക്കുന്നുണ്ടാവും. എനിക്കിപ്പോൾ കേൾക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ പോസ്റ്റ് പ്രൊഡക്റ്റിൽ മാത്രമേ അതിൻ്റെ എത്രത്തോളം നോയ്സ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റൂ. ഓക്കെ.